നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ ഞാൻ. തീരുമാനോ? എന്ത് തീരുമാനം? ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ കാര്യങ്ങളെങ്കിലും എല്ലാത്തിനും ഉത്തരവാദി ഞാനും കൂടിയല്ലേ. അപ്പോ സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയ എല്ലാ പ്രശ്നവും തീരുമല്ലോ. നീ എന്താ അതിരി ഉദ്ദേശിക്കുന്നേ? ഞാൻ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ തീരുമാനിച്ചു. നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും സന്ദീപിനെ അനക്കയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഇവിടെ എല്ലാവർക്കും എന്നെ കൊണ്ട് അജയനെയും. അപ്പൊ അത് തന്നെ നടക്കട്ടെ. സന്ദീപുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അങ്ങനെ നിസ്സാരമായി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ളത്. നീ സന്ദീപിന്റെ ഭാര്യയാണ്. ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലെങ്കിലും നിയമത്തിന് മുന്നിൽ നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. എന്നിട്ട് എന്റെ ഈ പറഞ്ഞ ഭർത്താവ് എവിടെ? മറ്റൊരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടെന്നുള്ള പേരുദോഷം എന്റെ ഭർത്താവിനെ പറ്റി എല്ലാവരും പറയുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കേണ്ടി വരുന്നു. അല്ലാതെ മറ്റെവിടെങ്കിലും പോയതാണെങ്കിൽ എന്നോട് പറയാതെ സന്ദീപ് പോവില്ല. അത് നിന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണവനെങ്കിലോ? ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാനല്ലേ ചേച്ചി പറ്റൂ. ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് ഞാൻ പറയാം. സന്ദീപും അനക്കെ ഒരുമിച്ചല്ലെങ്കിലും അവര് തിരിച്ചു വരുമ്പോ അവന്തിക അങ്ങനെ സ്ഥാപിക്കും. ഉണ്ടായ പേരുദോഷത്തിനും കുടുംബത്തിന്റെ പേര് നിലനിർത്താനും സന്ദീപിനെ കൊണ്ട് അനഘയെ അവര് കല്യാണം കഴിപ്പിക്കും. അന്നും ഞാൻ ഇതുപോലെ ഇവിടെ ഉണ്ടാവും. എന്നെ മനസ്സിലാക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിൽ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്റെ സന്ദീപിന്റെയും ഡിവോഴ്സ് നടത്തി തരണം. സന്ദീപ് വന്നാലുടൻ ഞാൻ ഒപ്പിട്ട് വാങ്ങിത്തരാം. നീ എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നല്ല ബോധത്തിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത്. നടക്കാത്ത കാര്യത്തിന് ഇനിയും വിട്ടിവേഷം കെട്ടാൻ എനിക്ക് വയ്യ. അതിന് ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഇപ്പൊ മറ്റൊരു തീരുമാനം എടുക്കുന്നതും അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതും മണ്ടത്തരമാണ്. അതിന് മാത്രം ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. ചേച്ചി ഒന്നും അറിയാഞ്ഞിട്ടാണോ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇതെല്ലാം? ഇനി ഞാൻ അങ്ങനെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ കണ്ണില് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒളിച്ചോടി പോയ ആളാ സന്ദീപ്. അയ്യോ, എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നിന്റെ ജീവിതത്തിൽ മറ്റാർക്കും നീ ഒരു സ്ഥാനം കൊടുക്കണ്ട. എനിക്ക് പോലും മറ്റുള്ളവരെ നോക്കണ്ടെങ്കിൽ എന്റെ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.